നമസ്കാരം. ചാപ്റ്റർ മീഡിയയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയുടെ നാലാമത്തെ പാഠഭാഗത്തിന്റെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ ബാലൻസ് ചില കാര്യങ്ങളാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോൾ ലിനിയസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ നമുക്ക് സംഭാവന നൽകിയിട്ടുള്ള ചില ക്ലാസിഫിക്കേഷൻ ലെവലുകൾ, ഹൈറാർക്കികൾ, ക്ലാസിഫിക്കേഷൻ വർഗീകരണ തലങ്ങൾ പറയുകയുണ്ടായി. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നിങ്ങനെയുള്ള ലെവലുകളും. അതിൽ സ്പീഷീസ് എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ലെവലാണ്, ഏറ്റവും താഴത്തെ തലമാണെന്നും കിങ്ഡം എന്ന് പറയുന്നത് ഹയസ്റ്റ് ലെവലാണ് എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞു. എന്താണ് സ്പീഷീസ് എന്ന് പറഞ്ഞു? സ്പീഷീസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഫെർട്ടൈൽ ഓഫ്സ്പ്രിങ്സ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ലൈംഗിക പ്രത്യുൽപാദനത്തിൽ കൂടി പ്രത്യുൽപാദന ശേഷിയുള്ള പുതിയ തലമുറകളെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിവുള്ള ജീവജാലങ്ങളെ നമ്മൾ വിളിച്ച പേരായിരുന്നു, എന്ത് പേര് വിളിച്ചു? സ്പീഷീസ് എന്ന് നമ്മൾ വിളിച്ചു. സ്പീഷീസുകൾ കൂടി ചേർന്ന് ജീനസുകൾ ഉണ്ടാകുന്നു എന്നും അങ്ങനെ മുകളിലേക്ക് കിങ്ഡം വരെ എത്തി. കിങ്ഡമാണ് ഹയസ്റ്റ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് നമ്മൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ കിങ്ഡത്തിൽ തുടങ്ങി സ്പീഷീസിൽ അവസാനിക്കുന്ന ഈ ലെവലുകൾക്ക് നമ്മുടെ പുസ്തകത്തിൽ ഓരോ എക്സാമ്പിളുകൾ തന്നിട്ടുണ്ട്. ആ എക്സാമ്പിളുകളെ കുറിച്ചും അവയുടെ പൊതുവായ സവിശേഷതകളെ കുറിച്ചും നമുക്ക് പഠിക്കാം. തുടർന്ന് നമ്മുടെ പുസ്തകത്തിൽ ഒരു ജീവിയുടെ ക്ലാസിഫിക്കേഷൻ ലെവൽസ് എഴുതുവാനായി തന്നിട്ടുണ്ട്. നമുക്കൊരു 3 ജീവിയുടെ ക്ലാസിഫിക്കേഷൻ ലെവൽ എഴുതി പഠിക്കാം, കാരണം നമുക്ക് പിന്നീട് ആരും ഗുണം ചെയ്യുന്നതാണ്. ടൈഗർ, ലയൺ, അതേപോലെ ക്യാറ്റ്, ഈ 3 ജീവജാലങ്ങളുടെ വർഗീകരണ തലങ്ങൾ നമുക്ക് എഴുതണം. പുസ്തകത്തിൽ 2 സസ്യങ്ങളുടെ വർഗീകരണ തലങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പുസ്തകത്തിൽ നിന്നുള്ള ഭാഗമാണ്, അതുകൊണ്ട് എല്ലാവരും പുസ്തകം എടുക്കുക. നമ്മുടെ പേജ് നമ്പർ 172 എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് വർഗീകരണ തലങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് പറയാൻ പോകുന്നത്. പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. ആദ്യം നമുക്ക് കിങ്ഡം എന്ന് പറയുന്ന ആ ലെവലിൽ നിന്ന് തുടങ്ങാം. കിങ്ഡത്തിന് ഒരു ഉദാഹരണം നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കിങ്ഡം അനിമേലിയ. ഒരു കിങ്ഡത്തിന് എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുകയാണ്. എന്താണ്? കിങ്ഡം അനിമേലിയ. അപ്പം ഈ തന്നിരിക്കുന്ന, അതായത് നമ്മുടെ പുസ്തകത്തിൽ ഈ തന്നിരിക്കുന്ന ക്ലാസിഫിക്കേഷൻ തലങ്ങൾ വെച്ചിട്ട് വേണം നമുക്ക് ഈ തന്നിരിക്കുന്ന ജീവജാലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ലെവലുകൾ എഴുതി വെക്കാൻ. കാരണം ഇതിന്റെ സ്വഭാവങ്ങളും ഇതിനകത്ത് എന്ത് ചെയ്ത് കിടപ്പുണ്ട്. നോക്കിക്കോണെ, കിങ്ഡം അനിമേലിയ. എന്താണ് കിങ്ഡം അനിമേലിയയുടെ സ്വഭാവം? നോക്കിയേ. ഇൻക്ലൂഡ് ഓൾ അനിമൽസ്. അനിമൽസ്, ജന്തുക്കളെല്ലാം ഉൾപ്പെടുന്ന കിങ്ഡത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? കിങ്ഡം അനിമേലിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജന്തുക്കളാണ് എന്തിനകത്ത് ഉൾപ്പെടുന്നത്? കിങ്ഡം അനിമേലിയക്കകത്ത് ഉൾപ്പെടുന്നത്. അപ്പൊ ഒന്നാമത്തെ ഒരു ലെവലിന് ഉദാഹരണം പറഞ്ഞു, കിങ്ഡത്തിന് ഉദാഹരണം കിങ്ഡം അനിമേലിയ. അതിന്റെ സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. ഇൻക്ലൂഡ് ഓൾ അനിമൽസ്, എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന കിങ്ഡത്തെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? കിങ്ഡം അനിമേലിയ എന്ന് വിളിച്ചത്. അടുത്ത നോക്കാം, ഫൈലം കോർഡേറ്റ. എന്താണ് ഫൈലത്തിന് എക്സാമ്പിൾ പറയുന്നവരാണ്? കോർഡേറ്റ. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ പേരുകൾ എഴുതി തന്നെ പോകാം, കാരണം നമുക്ക് ക്ലാസിഫിക്കേഷൻ എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അപ്പൊ ഇങ്ങോട്ട് എഴുതാം. അപ്പൊ കിങ്ഡത്തിന് ഒരു ഉദാഹരണം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അനിമേലിയ. ഫൈലത്തിന് ഉദാഹരണം പറഞ്ഞു കോർഡേറ്റ. നോക്കാം, കോർഡേറ്റ. എന്താണ് കോർഡേറ്റയുടെ പ്രത്യേകത? നോക്കിയേ പറഞ്ഞിരിക്കുന്നത് ഇൻക്ലൂഡ് വെർട്ടിബ്രേറ്റ്സ് ഒൺലി. വെർട്ടിബ്രേറ്റ്സ് എന്താണ്? ഇനി വെർട്ടിബ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നട്ടലുള്ള ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ വെർട്ടിബ്രേറ്റ്സ് എന്ന് വിളിക്കും. അപ്പൊ നട്ടലുള്ള ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെർട്ടിബ്രേറ്റ്സ് എന്നും, നട്ടലില്ലാത്ത ജീവജാലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവെർട്ടിബ്രേറ്റ്സ് എന്നും വിളിക്കും. അപ്പൊ വെർട്ടിബ്രേറ്റ്സും ഇൻവെർട്ടിബ്രേറ്റ്സും, നട്ടലുള്ള ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന ഫൈലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൈലം കോർഡേറ്റ. അപ്പം ഒരു എക്സാമ്പിൾ നോക്കി. നമ്മളും ഇതിനകത്തായിരിക്കും ഉൾപ്പെടുന്നത് ഫൈലം കോർഡേറ്റ, കാരണം നമുക്ക് എന്തുണ്ട്? നട്ടൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ 2 ഒന്ന് കിങ്ഡം അനിമേലിയ. അനിമേലിയയുടെ പ്രത്യേകത പറഞ്ഞു, എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന വിഭാഗ കിങ്ഡമാണ് കിങ്ഡം അനിമേലിയ. ഫൈലം കോർഡേറ്റ. കോർഡേറ്റയുടെ പ്രത്യേകത പറഞ്ഞു. എന്താണ്? നട്ടലുള്ള ജീവജാലങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഫൈലമാണ് ഫൈലം കോർഡേറ്റ. മൂന്നാമത്തത് ക്ലാസ് മമേലിയ. എഴുതാം, ക്ലാസ് മമേലിയ. ഈ എക്സാമ്പിൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ക്യാറ്റ് എന്ന് പറയുന്ന ജീവിയുടെ വർഗീകരണ തലങ്ങൾ നമ്മൾ ഇതോടൊപ്പം എഴുതി പോവുകയാണ്.
ക്യാറ്റ് എന്ന് പറയുന്ന ജീവിയുടെ വർഗീകരണ തലങ്ങളാണ് നമ്മൾ ഇവിടെ കവർ ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നോക്കിയ മക്കളെ, ക്ലാസിന്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമേലിയ. എന്താ മമേലിയുടെ പ്രത്യേകത നോക്കിയേ. ഇൻക്ലൂഡ് ദ വെർട്ടിബ്രേറ്റ്സ് ദാറ്റ് ഫീഡ് ദെയർ യങ് വൺസ് വിത്ത് മിൽക്ക്. നട്ടലുള്ള ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ നട്ടലുള്ള ജീവജാലങ്ങളിൽ തന്നെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി വളർത്തുന്നു. മനസ്സിലാവുന്നുണ്ടോ? പാലൂട്ടി വളർത്തുന്ന നട്ടലുള്ള ജീവജാലങ്ങളെയാണ് നമ്മൾ ഏത് ക്ലാസ്സിനകത്ത് ഉൾപ്പെടുത്തുന്നത്? മമേലിയ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. മമേലിയ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. മനസ്സിലാകുന്നുണ്ടോ? മമേലിയ. അപ്പൊ ഒന്ന് കിങ്ഡം അനിമേലിയ. മലയാളത്തിൽ അനിമേലിയ എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തന്നിരിക്കുന്നത്. അല്ലെങ്കിൽ മലയാളം മീഡിയക്കാർക്ക് എങ്ങനെ എഴുതി പോകാം? മമേലിയ, അനിമേലിയ. മലയാളത്തിൽ തന്നെ അനിമേലിയ. ഉദാഹരണം കാണുക, അനിമേലിയ. അങ്ങനെ എഴുതി പോകാം കേട്ടോ. അനിമേലിയ, കോർഡേറ്റ. അടുത്തത് എന്താണ്? മമേലിയ. അപ്പൊ ഓരോ നിന്റെയും സ്വഭാവങ്ങൾ ശ്രദ്ധിച്ചോണം അല്ലെ. എന്തായിരുന്നു കിങ്ഡം അനിമേലിയയുടെ പ്രത്യേകത? എന്തായിരുന്നു? എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന കിങ്ഡമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത്? കിങ്ഡം അനിമേലിയ. നട്ടലുള്ള വിഭാഗങ്ങൾ, ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന ഫൈലത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു കോർഡേറ്റ. നട്ടലുള്ളവരിൽ തന്നെ പ്രസവിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്തു. അപ്പൊ നട്ടലുള്ളവരിൽ തന്നെ പ്രസവിക്കാത്ത ആൾക്കാരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടി വളർത്താത്ത വിഭാഗവും ഉണ്ടായിരിക്കാം. അവരെ നമ്മൾ കളഞ്ഞിട്ട് പാലൂട്ടി വളർത്തുന്ന വിഭാഗങ്ങളെ ഉൾപ്പെടുന്ന ക്ലാസ്സിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? മമേലിയ എന്ന് വിളിച്ചു. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത കിങ്ഡം, ഫൈലം, ക്ലാസ്. ഇനി അടുത്ത ആരാണ്? ഓർഡർ. നോക്കാം. ഓർഡറിന് ഒരു ഉദാഹരണം നോക്കാം. നമ്മുടെ പുസ്തകത്തിൽ കിടക്കുന്ന ഓർഡർ കാർണിവോറ. കാർണിവോറ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. കാർണിവോറസ് എന്ന വാക്ക് നമുക്കറിയാം. മാംസാഹാരം കഴിക്കുന്നവരെയായിരുന്നു നമ്മൾ കാർണിവോറ എന്ന്. നോക്കാം എന്താണ് ഇവിടെ കാർണിവോറയുടെ സ്വഭാവം പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോളെ. മാമൽസ് ദാറ്റ് ഹാവ് ടീത്ത് ടു ടിയർ ഓഫ് ഫ്ലഷ്. മാമൽസ് ആയിരിക്കുകയും വേണം. മാമൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മമേലിയയിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. അപ്പം മമേലിയ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു? നട്ടലിലുള്ള, ഇവിടുന്ന് ഓരോരുത്തരും പറഞ്ഞു നോക്കാം. ജന്തുക്കളാണ് അനിമേൽ. ജന്തുക്കളിൽ തന്നെ നട്ടലുള്ളവരെ വിളിച്ചവരാണ് കോർഡേറ്റ. നട്ടലിലുള്ളവരിൽ തന്നെ പാലൂട്ടി വളർത്തുന്നവരെ വിളിച്ചവരാണ് മമേലിയ. മമേലിയയിൽ, അതായത് പാലൂട്ടി വളർത്തുന്നവരിൽ നല്ല മൂർച്ചയുള്ള ടീത്ത്, പല്ല്. എന്തിനാണ്? മാംസാഹാരം കടിച്ചു പറിക്കുന്നതിനാവശ്യമായ നല്ല മൂർച്ചയുള്ള പല്ല് ഉൾപ്പെടുന്ന വിഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർണിവോറ. കാർണിവോറ. ഓരോന്നിന്റെയും സ്വഭാവങ്ങൾ മനസ്സിലാക്കിക്കണം. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഫീച്ചർ എഴുതാൻ ചോദിക്കാം. കോർഡേറ്റയുടെ ഫീച്ചർ എന്താണ്? ഫൈലം കോർഡേറ്റയുടെ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയണം ഇറ്റ് ഇൻക്ലൂഡ് എന്താണ്? വെർട്ടിബ്രേറ്റ്സ് ഓൺലി. നട്ടലുള്ള ജീവജാലങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗമാണെങ്കിൽ ഫൈലമാണ് എന്ത്? ഫൈലം കോർഡേറ്റ എന്ന് നമ്മൾ പറയണം. അപ്പൊ ഓരോന്നിന്റെയും സ്വഭാവങ്ങൾ പ്രത്യേകം നമുക്ക് എടുത്തു പറഞ്ഞു പോകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ അനിമേലിയ, കോർഡേറ്റ, മമേലിയ, കാർണിവോറ, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ. അടുത്ത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഏതാണ്? ഫാമിലിയാണ് അല്ലെ. ഫാമിലിക്ക് ഉദാഹരണം നമുക്ക് നോക്കാം. എന്താണ് ഫാമിലിക്ക് ഉദാഹരണം പറയുന്നത്? ഫെലിഡേ. ഫെലിഡേ. ഫാമിലിക്ക് ഉദാഹരണം എന്താണ്? ഫെലിഡേ. നോക്കാം പുസ്തകത്തിലേക്ക് ശ്രദ്ധിക്കുക. എന്താണ് ഫെലിഡയുടെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത്? ദോസ് വിത്ത് വിഡ്രോവബിൾ ക്ലോസ് along with the features of order Carnivora. കാർണിവോറ എന്ന് പറയുന്ന ഓർഡറിൽ പെടുന്ന ജീവജാലങ്ങളുടെ സ്വഭാവത്തോടൊപ്പം എന്തായിരുന്നു കാർണിവോറയിൽ പെടുന്ന ജീവജാലങ്ങളുടെ സ്വഭാവം? അവര് പാലൂട്ടി വളർത്തുന്ന ജീവജാലങ്ങൾ ആകുകയും വേണം. അവർക്ക് എന്തുണ്ടായിരിക്കണം? മാംസാഹാരം കടിച്ചു പറിക്കുന്നതിന് ആവശ്യമായി എന്തുണ്ടായിരിക്കണം? പല്ലും ഉണ്ടായിരിക്കണം. ശരിയല്ലേ മക്കളെ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഇവിടെ ഫെലിഡയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കാർണിവോറ ആയിരിക്കുകയും വേണം. എന്തുവായിരുന്നു കാർണിവോറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരം കടിച്ചു പറിക്കുവാൻ പല്ലുള്ളവർ. മാംസാഹാരം കടിച്ചു പറിക്കാൻ പല്ലുള്ളവരുമാണ്. ആൻഡ് വിഡ്രോവബിൾ ക്ലോസ്, ഉൾവലിക്കുവാൻ, നഖം ഉൾവലിക്കുവാൻ കഴിവുള്ളവർ. നമ്മൾ കണ്ടിട്ടുണ്ട് പൂച്ചയുടെ ഒക്കെ കാലിലെ നഖത്തിന്റെ പ്രത്യേകത നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. പൂച്ച, സിംഹം, അതേപോലെ എന്താ പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മുടെ പുലി, ടൈഗർ, ഇതിന്റെയൊക്കെ പ്രത്യേകത അതിന്റെ നഖം അതെന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമായിരിക്കും ഇത് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് എന്ത് ചെയ്ത് വരുന്നത്? സ്പ്രെഡ് ചെയ്ത് വരുന്നത്. ആവശ്യമില്ലാത്തപ്പോൾ ഇത് അവർക്ക് ഉൾവലിക്കാൻ പറ്റും. അങ്ങനെ കഴിവുള്ളവരെ നമ്മൾ ഏത് ഫാമിലിയിൽ ഉൾപ്പെടുത്തുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ ഉൾപ്പെടുത്തും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. കിങ്ഡത്തിൽ ഉദാഹരണം പറഞ്ഞു അനിമേലിയ. എന്തായിരുന്നു അനിമേലിയയുടെ ഫീച്ചർ? എല്ലാ ജന്തുക്കളും ഉൾപ്പെടുന്ന കിങ്ഡത്തെ നമ്മൾ വിളിച്ച പേരായിരുന്നു അനിമേലിയ. അടുത്ത രണ്ടാമതാണ് എന്ത്? ഫൈലം കോർഡേറ്റ. എന്താണ് കോർഡേറ്റയുടെ പ്രത്യേകത? നട്ടലുള്ള അനിമൽസ്, ജന്തുക്കളെ വിളിച്ച പേര്. അപ്പൊ ഇവരെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അനിമേലിയ എന്ന് പറഞ്ഞാൽ അനിമൽസ്, ജന്തുക്കളാണ്. ജന്തുക്കളിൽ തന്നെ നട്ടലുള്ളവരെ വിളിച്ച പേരാണ് കോർഡേറ്റ.
നട്ടലുള്ളവരിൽ തന്നെ എന്ത് പാലൂട്ടി വളർത്തുന്നവരെ വിളിച്ച പേരാണ് എന്ത് മമേലിയ. അല്ലെങ്കിൽ മാമേലിയ പാലൂട്ടി വളർത്തുന്നവരിൽ തന്നെ കട്ടിയുള്ള മാംസാഹാരം കഴിച്ചു പറിക്കുന്നവർ ആവശ്യമായ പല്ലുള്ളവരെ നമ്മൾ വിളിച്ച പേരാണ് കാർണിവോറ. കാർണിവോറയിൽ തന്നെ അതായത് മാംസാഹാരം കഴിച്ചു പറിക്കാൻ പല്ലുള്ളവരിൽ തന്നെ വിഡ്രോവൽ ക്ലോസ് നഖങ്ങൾ ഉൾവലിക്കുവാൻ കഴിവുള്ളവരെ നമ്മൾ ഏത് ക്ലാസ് ഏത് ഫാമിലി ഉൾപ്പെടുത്തി ഫെലിഡേ. അപ്പൊ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി. അടുത്ത ആരാണ് ഇനി ജീനസ്. അടുത്ത നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ജീനസ്. നോക്കാം. ജീനസിന് ഒരു ഉദാഹരണം പറയുന്നു, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം പറയുന്നു ഫെലിസ്. ഫെലിസ് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഫെലിസിന്റെ പ്രത്യേകത നോക്കിക്കണേ. ഷോസ് ഫീച്ചേഴ്സ് ഓഫ് ദ ഫാമിലി ഫെലിഡേ. ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയുടെ ഫീച്ചർ ഉണ്ടായിരിക്കണം. എന്തായിരുന്നു ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയുടെ ഫീച്ചർ? ഉൾവലിക്കുവാൻ കഴിയുന്ന നഖമുള്ളവരായിരിക്കണം. അതോടൊപ്പം തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്മോൾ സൈസ്ഡ് ബോഡി, നോ റോറിംഗ് സൗണ്ട്. ശരീരം ചെറിയ ശരീരമായിരിക്കുകയും വേണം. റോറിംഗ് സൗണ്ട് ഉണ്ടാവരുത്. ഗർജിക്കുവാനുള്ള കഴിവ് ഉണ്ടാകരുത്. ശരിയല്ലേ? ഗർജിക്കുവാനുള്ള അപ്പൊ പൂച്ച വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന ജീനസ് ആണ് ഏതെന്ന്. കാരണം പൂച്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ബാക്കി പറഞ്ഞ അനിമൽ ആണ്. നട്ടലുണ്ട്, പാലൂട്ടി വളർത്തുന്നവരാണ്, നല്ലപോലെ പല്ലുണ്ട്, അവർക്ക് കടിച്ചു വലിക്കാനായിട്ട്, നഖം ഉൾവലിക്കാനുള്ള കഴിവുണ്ട്, ചെറിയ ശരീരമാണ്, ഗർജിക്കാനുള്ള കഴിവും ഇല്ല. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? അടുത്ത സ്പീഷീസിന് ഉദാഹരണം പറയാം. ഡൊമസ്റ്റിക്കസ്. എന്താണ് ഡൊമസ്റ്റിക്കസ്? അപ്പം ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ ആരുടെ സ്പീഷീസാ? ക്യാറ്റിന്റെ സ്പീഷീസ്. ക്യാറ്റിന്റെ മാത്രം സ്പീഷീസ് ആണ് ആരെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡൊമസ്റ്റിക്കസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേറൊരു കാര്യം പഠിച്ചായിരുന്നു, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രകാരം നമ്മൾ പറഞ്ഞു ഒരു ജീവിക്ക് ശാസ്ത്രീയമായിട്ട് പേര് നൽകുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ടെന്നും ആദ്യത്തെ ഭാഗത്തെ ജീനസ് നാമമെന്നും രണ്ടാമത്തെ ഭാഗത്തെ നമ്മൾ സ്പീഷീസ് നാമമെന്നും വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൂച്ചയുടെ ശാസ്ത്രീയ നാമം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. എന്തായിരുന്നു? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. കാരണം ഫെലിസ് എന്ന് പറഞ്ഞാൽ എന്റെ ജീനസ് നാമമാണ്, ഡൊമസ്റ്റിക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ സ്പീഷീസ്. മനസ്സിലാകുന്നുണ്ടോ മക്കളെ പറഞ്ഞിരിക്കുന്നത്? സംശയമുണ്ടോ പറഞ്ഞേക്കുന്നതിനകത്ത്? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് രണ്ടുപേരുടെ ക്യാരക്ടറുകൾ കൂടി നമുക്ക് എഴുതേണ്ടതായിട്ടുണ്ട്. ഒന്ന് ലയൺ ആണ്, മറ്റൊന്ന് ടൈഗർ ആണ്. അപ്പൊ പൂച്ചയുടെ ക്ലാസിഫിക്കേഷൻ, ക്യാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. കിങ്ഡം അനിമേലിയ, ഫൈലം കോർഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡേ, ജീനസ് ഫെലിസ്, സ്പീഷീസ് ഡൊമസ്റ്റിക്കസ്. ഇതിന്റെ ഓരോത്തിന്റെ പ്രത്യേകത പറയാം. അനിമേലിയുടെ പ്രത്യേകത എന്താണ്? ജന്തുക്കൾ ഉൾപ്പെടുന്ന കിങ്ഡത്തെ നമ്മൾ വിളിച്ച പേരാണ് കിങ്ഡം അനിമേലിയ. നട്ടലുള്ള ജന്തുക്കളെ നമ്മൾ ഏത് ഫൈലത്തിൽ ഉൾപ്പെടുത്തി? കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ ഉൾപ്പെടുത്തി. ശരിയല്ലേ? നട്ടലുള്ളവരിൽ തന്നെ പാലൂട്ടി വളർത്തുന്നവരെ നമ്മൾ ക്ലാസ് മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിൽ. പാലൂട്ടി വളർത്തുന്നവരിൽ തന്നെ നല്ല മാംസാഹാരം കഴിക്കുന്നതിന് ആവശ്യമായ കട്ടിയുള്ള പല്ലുള്ളവരെ നമ്മൾ നമ്മുടെ ഓർഡർ കാർണിവോറയിൽ നമ്മൾ ഉൾപ്പെടുത്തി. മാംസാഹാരം കഴിക്കുന്നവരിൽ തന്നെ നഖങ്ങൾ ഉൾവലിക്കുവാൻ കഴിവുള്ളവരെ നമ്മൾ ഫാമിലി ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി ഉൾപ്പെടുത്തി. ഈ ഉൾവലിക്കാൻ കഴിവുള്ളവരിൽ തന്നെ ചെറിയ ശരീരമുള്ളവരിൽ ഗർജിക്കാൻ കഴിവില്ലാത്ത വിഭാഗത്തെ നമ്മൾ ഏത് ജീനസിൽ ഉൾപ്പെടുത്തി? ഫെലിസ് എന്ന് പറഞ്ഞ ജീനസിൽ ഉൾപ്പെടുത്തി. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഫെലിസ് എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു സ്പീഷീസിനെ നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു, ഡൊമസ്റ്റിക്കസ്. ഡൊമസ്റ്റിക്കസ് ആറ് സ്പീഷീസ് ആണ്, ക്യാറ്റിന്റെ സ്പീഷീസ് ആണ്. അതുകൊണ്ട് തന്നെ ക്യാറ്റിന്റെ ശാസ്ത്രീയ നാമം നമുക്ക് എന്തെന്ന് പറയാം? ഫെലിസ് ഡൊമസ്റ്റിക്കസ്. മനസ്സിലാവുന്നു നമ്മളെ? ഇത്രയാണ് നമുക്ക് ക്യാറ്റിന്റെ ശാസ്ത്രീയ നാമം അല്ലെങ്കിൽ ക്യാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകളായിട്ട് പറയാൻ പറ്റുന്നത്. ക്യാറ്റിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകളോടൊപ്പം തന്നെ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത രണ്ടെണ്ണത്തിനും ആവശ്യമാണ്. ജീനസും സ്പീഷീസും മാത്രമേ മാറത്തുള്ളൂ. അതെന്താണെന്ന് നമുക്ക് അടുത്തതിന് പറയാം. നോക്കിക്കോടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അടുത്ത നമ്മൾ എഴുതാൻ പോകുന്നത് ടൈഗറിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകൾ നമുക്ക് ഇതേ രീതി തന്നെ. ടൈഗർ എന്ന് പറയുന്ന ജീവി അനിമൽ ആണോ? ആണ്. അപ്പം ഏതിനകത്ത് വരുന്നു? അനിമേലിയ. ഓക്കെ, അനിമേലിയ. നട്ടലുള്ള ജീവിയാണല്ലോ, യാതൊരു സംശയമില്ല. അനിമേലിയയിൽ തന്നെ നട്ടലുള്ള വിഭാഗമാണെങ്കിൽ ഏത് ഫൈലമാണ്? കോർഡേറ്റ. നട്ടലുള്ളവരിൽ തന്നെ നമ്മൾ പാലൂട്ടി വളർത്തുന്നവരെ നമ്മൾ വിളിച്ചു വരും. അപ്പം ടൈഗർ പാലൂട്ടി വളർത്തുന്ന ഓക്കെ ശരി, മമേലിയ. മമേലിയയിൽ തന്നെ ആ ടൈഗറിന്റെ സ്വഭാവം നോക്കുമ്പോൾ നല്ല ഫ്ലഷി ആയിട്ടുള്ള മാംസാഹാരം കഴിക്കുന്നതിന് ആവശ്യമായ പല്ലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു കാർണിവോറ. ഓക്കെ, കാർണിവോറ. കാർണിവോറയിൽ തന്നെ ആ ടൈഗറിനും അവരുടെ നഖങ്ങൾ എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്? ഉൾവലിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അവരെ നമ്മൾ വിളിച്ച പേരാണ് ഫെലിഡേ. കഴിഞ്ഞതിൽ നമ്മൾ പറഞ്ഞു ഫെലിഡയിൽ തന്നെ, അതായത് നഖം ഉൾവലിക്കാൻ കഴിവുള്ളവരിൽ
ചെറിയ ശരീരമുള്ളതും റോറിംഗ് സൗണ്ട് ഇല്ലാത്തതുമായ വിഭാഗത്തെയാണ് നമ്മൾ ഫെലിസിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ നമുക്ക് അതിനകത്ത് ടൈഗറിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. വലിയ ശരീരമുള്ളതും റോറിംഗ് സൗണ്ട് ഗർജിക്കാൻ കഴിവുള്ളതുമായ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തുന്ന ജീനസ് ആണ് പാന്തേറ. പാന്തേറ 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 അപ്പൊ മറ്റൊരു ജീനസിന് എക്സാമ്പിൾ കിട്ടി, പാന്തേറ. എന്താണ് പാന്തേറയുടെ പ്രത്യേകത? ലാർജ് ബോഡി സൈസ് ആണ്, അതുപോലെ ഹാവ് ദ കപ്പാസിറ്റി ടു റോറിംഗ്, ഗർജിക്കാനുള്ള കഴിവ്. ടൈഗറിന്റെ സ്പീഷീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടൈഗ്രിസ്. ടൈഗ്രിസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ലയണിന്റെ ശാസ്ത്രീയ നാമം എഴുതാമല്ലോ. എന്താണ്? പാന്തേറ ടൈഗ്രിസ്. ശരിയല്ലയോ മക്കളെ? ശരിയല്ലയോ? അപ്പൊ അതാണ്ട് എന്തിന്റെ സയന്റിഫിക് നെയിം നമുക്ക് കിട്ടി, അല്ല എന്തിന്റെ ക്ലാസിഫിക്കേഷൻ ലെവൽസ് നമുക്ക് കിട്ടുന്നു? നമ്മുടെ ടൈഗറിന്റെ ക്ലാസിഫിക്കേഷൻ ലെവൽ നോക്കാം. ഒന്നുകൂടെ നോക്കുക. ടൈഗർ അനിമൽ ആയതുകൊണ്ട് അനിമേലിയയിൽ ഉൾപ്പെടുത്തി, കിങ്ഡം നട്ടലുള്ളത് കൊണ്ട് ഭയങ്കര കോർഡേറ്റയിൽ ഉൾപ്പെടുത്തി, പാൽകുട്ടി വളർത്തുന്ന ജീവി ആയതുകൊണ്ട് ക്ലാസ് മമേലിയയിൽ ഉൾപ്പെടുത്തി, പിന്നെ മാംസാഹാരം കഴിക്കാൻ കഴിവുള്ള പല്ലുകളുള്ളത് കൊണ്ട് ഓർഡർ കാർണിവോറയിൽ ഉൾപ്പെടുത്തി, ഉൾവലിക്കുവാനുള്ള നഖമുള്ള വിഭാഗമായതുകൊണ്ട് ഫാമിലി ഫെലിഡയിൽ ഉൾപ്പെടുത്തി, വലിയ ശരീരമുള്ളതും ഗർജിക്കാൻ സൗണ്ട് ഉള്ളതുമായ കഴിവുള്ളതുമായതുകൊണ്ട് പാന്തേറയിലും. ടൈഗറിന്റെ സ്പീഷീസ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ടൈഗ്രിസ്. ഇതാണ് നമുക്ക് ആരുടെ ക്ലാസിഫിക്കേഷൻ ലെവലുകളായി പറയാൻ പറ്റുന്നത്? ടൈഗറിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകളായിട്ട് നമുക്ക് പറയുവാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ലയണിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകൾ. ഈ മൂന്നെണ്ണത്തിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകളാണ് പ്രധാനമായിട്ട് നമുക്ക് അറിയാം. ലയൺ നോക്കാം. നമുക്ക് ലയൺ നോക്കാം. ലയൺ അനിമലാണ്, ജന്തുവാണ്, യാതൊരു സംശയമില്ല. ഓക്കെ, അനിമേലിയയിൽ ഉൾപ്പെടുത്തുന്നു. അനിമേലിയ. നട്ടലുണ്ട്, എങ്ങും ചെന്ന് ചോദിക്കണ്ട. അപ്പൊ ഏത് ഫൈലം? കോർഡേറ്റ. പിന്നെ കോർഡേറ്റയിൽ തന്നെ പാൽകുട്ടി വളർത്തുന്ന ജീവിയാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് മമേലിയ. മമേലിയയിൽ തന്നെ കാർണിവോറസ് ആണ്, മാംസാഹാരം കഴിക്കുന്നവരാണ്. ഓർഡർ കാർണിവോറ. കാർണിവോറയിൽ തന്നെ നഖം ഉൾവലിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ ഫാമിലി ഫെലിഡേ. ഫെലിഡയിൽ തന്നെ നല്ല വലിയ ശരീരവും ഗർജിക്കാൻ സൗണ്ട് ഉള്ളവരുമാണ്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞു പാന്തേറ കണ്ടോ. പക്ഷേ സ്പീഷീസ് ടൈഗ്രിസ് വരുമോ? ഇല്ല. ടൈഗ്രിസ് എന്ന് പറഞ്ഞാൽ ആരുടെ സ്പീഷീസാ? ടൈഗറിന്റെ. അപ്പം ലയണിന്റെ സ്പീഷീസ് ആണ് ലിയോ. അപ്പൊ ശാസ്ത്രീയ നാമം എഴുതുന്നു പാന്തേറ ലിയോ. കേട്ടോ. അപ്പൊ 3 ജീവജാലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ലെവലുകൾ നമ്മൾ പഠിച്ചല്ലോ. ക്ലാസിഫിക്കേഷൻ ലെവലുകൾ എഴുതുന്നത് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മൾ ഈ 3 ജീവജാലങ്ങളുടെ ക്ലാസിഫിക്കേഷൻ ലെവലുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. പരീക്ഷയ്ക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചോദിക്കുന്നതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഇതേപോലെ പ്ലാന്റ്സിന്റെ കിടപ്പുണ്ട്. പ്ലാന്റ്സിന്റെ ഇത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട, അതിന് ആ പേരുകൾ കാണാതെ പഠിച്ചു വെച്ചാൽ മതിയാകും. ഇത് ചോദിക്കുന്നത് ഒന്നുകിൽ ഇത്രയും തന്നിട്ട് ഇതിൽ ഏതെങ്കിലും ഇടയ്ക്കുള്ള ഭാഗം പൂരിപ്പിക്കാനായിട്ടായിരിക്കും ചോദിക്കുന്നത്. അത് പൂരിപ്പിച്ച് തന്നെ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കേണ്ടതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ പുസ്തകത്തിൽ 2 സസ്യങ്ങളുടെ വർഗീകരണ സ്ഥലങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് നോക്കാം. തൊട്ടടുത്ത പേജിൽ തന്നെ 2 സസ്യങ്ങളുടെ വർഗീകരണ സ്ഥലങ്ങൾ കിടക്കുന്നു. നമുക്ക് നോക്കാം. ആദ്യം പറഞ്ഞിരിക്കുന്നത് കോക്കനട്ടിന്റെയാണ്, നമ്മുടെ തെങ്ങിന്റെ ശാസ്ത്രീയ രീതികളാണ്. ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡറിനു പകരം മറ്റൊരു വാക്കാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സീരീസ് എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ലെവലുകൾ എഴുതുമ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. പ്ലാന്റ്സിന്റെ ആകുമ്പോൾ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡറിന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കുന്നു? സീരീസ് എന്ന് കൊടുക്കുന്നു. മാറ്റമൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഒരു വ്യത്യാസം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് അവിടെ സീരീസ് എന്ന് പറയുന്ന പദം നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ കോക്കനട്ടിന്റെ നമുക്ക് നോക്കാം. കോക്കനട്ടിന്റെ നോക്കാം. അപ്പൊ പ്ലാന്റ് ആണ്. അനിമേലിയ മാറി. കോക്കനട്ട് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. അപ്പൊ ഒരിക്കലും അനിമേലിയക്ക് അത് ഉൾപ്പെടുത്താനൊക്കത്തില്ല. നോക്കിയാ പറഞ്ഞിരിക്കുന്നത് കിങ്ഡം പ്ലാന്റ്. ഏത് കിങ്ഡമാണ്? പ്ലാന്റ്. ഫൈലത്തിന്റെ പേര് നോക്കിയേ, ആൻജിയോസ്പെർമോഫൈറ്റ. ആൻജിയോസ്പെർമോഫൈറ്റ എന്ന ഫൈലത്തിലാണ് ആരെ ഉൾപ്പെടുത്തിയിരിക്കുന്ന? കോക്കനട്ടിനെ. ക്ലാസ് മോണോകോട്ടിലിഡനെ. മോണോകോട്ടിലിഡനെ. മോണോകോട്ട്, ഡൈക്കോട്ട് എന്നിങ്ങനെ 2 ഭാഗങ്ങളുണ്ട്. അതായത് സസ്യങ്ങളുടെ വിത്തിന് 2 കോട്ടിലിഡൻ ഉണ്ട് എങ്കിൽ, കോട്ടിലിഡൻ എന്ന് പറയുന്ന ഉദാഹരണത്തിന് നമ്മുടെ കപ്പലണ്ടി എന്ന് പറയുന്ന ഭാഗത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെ 2ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി മാറ്റാൻ പറ്റും. അത് 2 കോട്ടിലിഡാണ്. അതിന് ഓരോന്നിനെ നമ്മൾ കോട്ടിലിഡൻ, ഏകബീജ പത്രസസ്യം എന്നും ദ്വിബീജ പത്രസസ്യം എന്നും പറയും. ദ്വിബീജം 2 ബീജങ്ങളായിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യുക? അതിനെ അപ്പൊ ഇത് നമ്മുടെ കോക്കനട്ട് എന്താണ്? മോണോകോട്ടിലിഡനാണ്. ഒറ്റ ഏകബീജ പത്രസസ്യമാണ്. അതുകൊണ്ട് അതിനകത്ത് ഉൾപ്പെടുത്തി.
അടുത്ത സീരീസ് കാൽസിനെ എന്ന് പറയുന്ന സീരീസിൽ ഉൾപ്പെടുത്തുന്നു. ഫാമിലി അരക്കേസിയെ എന്ന് പറയുന്ന ഫാമിലിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജീനസ് കോക്കോസ്, സ്പീഷീസ് ന്യൂസിഫറ. നമ്മൾ കോക്കനറ്റിന്റെ സയന്റിഫിക് നെയിം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു, കോക്കോസ് ന്യൂസിഫറ. അതാണ് നോക്കി ഒന്നുകൂടെ വായിക്കാം. കിങ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ, ക്ലാസ് മോണോകോട്ടിലിഡനെ, സീരീസ് കാൽസിനെ, ഫാമിലി അരക്കേസിയെ, ജീനസ് കോക്കോസ് ആൻഡ് സ്പീഷീസ് ന്യൂസിഫറ. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത രണ്ടാമത്തെ ഒരു സസ്യത്തെ കുറിച്ച് ഇവിടെ കിടക്കുന്നു. എന്താണ്? മാംഗോ ട്രീ ആണ്, പ്ലാന്റ് തന്നെയാണ്. സോ കിങ്ഡം പ്ലാന്റേ, ഫൈലം ആൻജിയോസ്പെർമോഫൈറ്റ എന്ന് പറഞ്ഞാൽ ആൻജിയോസ്പെർംസ് എന്ന് പറഞ്ഞാൽ പുഷ്പിക്കുന്ന സസ്യങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻജിയോസ്പെർംസ് എന്ന് പറയും. ഇത് പുഷ്പിക്കുന്നവരാണ്, അതുകൊണ്ടാണ് നമ്മൾ ആൻജിയോസ്പെർമോഫൈറ്റ, അതുകൊണ്ടാണ് ആൻജിയോസ്പെർമോഫൈറ്റ. ദെൻ ഡൈക്കോട്ടിലിഡനെ, അല്ലെ? മാങ്ങാണ്ടി എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഉള്ളിലെ ആ മാങ്ങാണ്ടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിട്ട് ഇളക്കി മാറ്റാം. രണ്ട് ദ്വിബീജപത്ര സസ്യമാണ്. കോക്കനട്ട് അങ്ങനെയല്ലായിരുന്നു, ഏകബീജപത്ര സസ്യമായിരുന്നു. അതുകൊണ്ടാണ് അത് മോണോ എന്ന വാക്കിന്റെ അർത്ഥം ഒന്നെന്നും ഡൈ എന്ന വാക്കിന്റെ അർത്ഥം രണ്ടെന്നുമാണ്. ഇത് ഡൈക്കോട്ടിലിഡനെ. നോക്കിയേ, സീരീസ് സാപ്പിൻഡെയിൽസ്, സീരീസിന്റെ പേരെന്താണ്? സാപ്പിൻഡെയിൽസ്. ആൻഡ് ഫാമിലി അനാകാർഡേസിയെ, ഫാമിലിയുടെ പേരെന്താണ്? അനാകാർഡേസിയെ. ജീനസിന്റെ പേര് മാൻജിഫറ, സ്പീഷീസിന്റെ പേര് ഇൻഡിക്ക. അപ്പോൾ ഇതിന്റെ ശാസ്ത്രീയ നാമം നമുക്ക് എഴുതാം മാൻജിഫറ ഇൻഡിക്ക. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പൊ ഇതില് ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം നമ്മുടെ പരീക്ഷയ്ക്ക് എന്തായിട്ട് ചോദിക്കാം, എഴുതുവാനായിട്ട്. അപ്പം ഇനി നമുക്ക് ഈ പാഠഭാഗത്തിനകത്ത് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് പറയാനുള്ളത്. ആ രണ്ട് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അങ്ങ് അവസാനിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അതായത് 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസ്, നമ്മുടെ ജീവലോകത്തിന്റെ വർഗീകരണവുമായി ബന്ധപ്പെട്ട രണ്ട് ശാസ്ത്രജ്ഞന്മാര്, രണ്ടല്ല 3 പേരെ കുറിച്ച് പറയണം. എങ്കിലും പ്രധാനമായിട്ടും 2 ശാസ്ത്രജ്ഞന്മാർ നടത്തിയ വർഗീകരണ തലങ്ങളെ കുറിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, സംസാരിക്കാനുള്ളത്. ആ വർഗീകരണ തലങ്ങളെ കുറിച്ചുകൂടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ വർഗീകരണ രീതിയെ കുറിച്ചുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഈ ക്ലാസിഫിക്കേഷൻ തലങ്ങളെല്ലാം തന്നെ ഒന്നുകൂടെ നോക്കുക. പുസ്തകത്തിൽ കിടപ്പുണ്ട്. അല്ലാത്തവരത് എഴുതിയെടുത്ത് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ.